പ്രാങ്ക് കോളിൽപ്പെട്ട് വലയുന്ന RJ അഞ്ജലിയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ താരം. പ്രാങ്ക് കോളുകളിലൂടെയാണ് മെയിനായിട്ടും RJ അഞ്ജലി ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അതേ പ്രാങ്ക് കോളിൻ്റെ പേരിൽ ഇപ്പോൾ ആകെ എയറിലായിരിക്കുകയാണ് കക്ഷി. സുഹൃത്ത് നിരഞ്ജനയുമായി ചേർന്ന് ചെയ്ത ഒരു പ്രാങ്ക് കോളാണ് അശ്വതിയെ കൊണ്ട് ഈ പുലിവാലി മൊത്തം പിടിപ്പിച്ചത്. വിവാഹത്തിന് വരനൊരു സർപ്രൈസ് കൊടുക്കാനായി സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടണം, എത്രയാണ് റേറ്റ് എന്നായിരുന്നു കോളിൽ യുവതിയോട് അഞ്ജലി ചോദിച്ചിരുന്നത്. ഇതോടെ അവർ ഫോൺ കട്ട് ചെയ്ത് പോവുകയും അഞ്ജലി ഈ വീഡിയോ എടുത്ത് തൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വഴി പങ്കുവെക്കുകയും ചെയ്തു. ഒടുക്കം വീഡിയോ കയറിയങ്ങ് വൈറലാവുകയും അഞ്ജലി എയറിൽ പോവുകയുമായി. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് അഞ്ജലിക്ക് മനസ്സിലായത് അപ്പോഴാണ്. വീഡിയോ കണ്ട ആളുകളെല്ലാം കൂടി അഞ്ജലിയെ വലിച്ചു കീറുകയായിരുന്നു എന്ന് വേണം പറയാൻ. വിമർശനം ശക്തമായതോടുകൂടി അഞ്ജലി ക്ഷമാപണവുമായി രംഗത്ത് വന്ന് മാപ്പ് പറഞ്ഞെങ്കിലും തൻ്റെതായ ചില ന്യായീകരണങ്ങളും താരം കുറിച്ചിരുന്നു. അത് നേരത്തെ ഉണ്ടായ പ്രശ്നത്തിനേക്കാൾ വലുതായി എന്ന് വേണം പറയാൻ. വിഷയത്തിൽ അഞ്ജലിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നവരിൽ സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെയുണ്ട് എന്നതും കഷ്ടം തന്നെയാണ്. യഥാർത്ഥത്തിൽ അഞ്ജലി ചെയ്തത് മഹാ അപരാധമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്ന പല പരിപാടികളും സ്ക്രിപ്റ്റഡ് ആണെന്ന് വേണം പറയാൻ. നേരത്തെ പരിചയമുള്ള രണ്ടു പേർ തമ്മിൽ മുൻകൂട്ടി ഉറപ്പിച്ചു വെച്ച കാര്യങ്ങളാണ് പലപ്പോഴും ഇത്തരം പ്രോഗ്രാമുകളിൽ നടക്കാറുള്ളത്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാവാം ആ ലേഡി ഫോൺ കട്ട് ചെയ്തതും അഞ്ജലി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതും. ഇങ്ങനെയൊരു സംസാരം ആളുകൾ ഏറ്റുപിടിക്കുമെന്നും അത് ഇത്രയും വൈറലാവുമെന്നും അറിയാൻ മാത്രം അനുഭവ സമ്പത്തില്ലാത്ത ആളല്ല അഞ്ജലി എന്ന് സാരം. ഇനി മറുപുറം നോക്കുകയാണെങ്കിൽ തനിക്ക് പറ്റിയ ഒരു അബദ്ധം, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലായപ്പോൾ മാപ്പ് പറഞ്ഞു. മാത്രമല്ല ആ മെഹന്തി ആർട്ടിസ്റ്റിനോട് സംസാരിച്ചെന്നും എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും തൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്നും ഇനി തൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും അഞ്ജലി പറയുകയുണ്ടായി. നല്ല കാര്യം തന്നെ. തെറ്റ് ചെയ്തെന്ന് ബോധ്യമായാൽ, പൂർണ്ണമായും ബോധ്യമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാപ്പ് പറയുക എന്നതാണ് ഏറ്റവും നല്ല വഴി. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. തെറ്റ് തുറന്നു പറഞ്ഞിട്ട് പോലും സോഷ്യൽ മീഡിയ അഞ്ജലിയെ ഇട്ട് വട്ടം കറക്കുന്ന കാര്യമാണ്. അതറിയണമെങ്കിൽ അഞ്ജലിയുടെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സിൽ ചുമ്മാ ഒന്ന് കയറി നോക്കിയാൽ മതിയാവും. തെറിയും അശ്ലീലവും ഒക്കെ എഴുതി ആനന്ദം കണ്ടെത്തുകയാണ് ഒരു സമൂഹം. സത്യത്തിൽ ഈ കമൻറ്റ് തൊഴിലാളികൾക്കൊന്നും അവരെ തിരുത്തണമെന്നോ ബാധിക്കപ്പെട്ട സ്ത്രീയോട് അനുതാപം പ്രകടിപ്പിക്കണമെന്നോ ഒന്നുമില്ല. അവനവൻ്റെ ഉള്ളിലെ വൈകൃതം എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിക്കുക എന്നത് മാത്രമാണ് അവിടെ പ്രധാനം. അതിനവർക്ക് തൽക്കാലത്തേക്ക് കിട്ടിയ ഒരു വിഷയം മാത്രമാണിത്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള അനുകമ്പയും ഇവർക്കുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഒരു വ്യക്തി ഒരു മോശം കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് അതിനേക്കാൾ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്കെതിരെ പ്രയോഗിക്കാൻ ആരാണ് ഇവരെയൊക്കെ ചുമതലപ്പെടുത്തിയത്? യഥാർത്ഥത്തിൽ അഞ്ജലിയും കൂടെ ഉണ്ടായിരുന്ന കുട്ടിയും ചെയ്തതിനേക്കാൾ വലിയ ക്രൈം തന്നെയല്ലേ ഈ ആങ്ങളമാരൊക്കെ കൂടി അവരോട് ചെയ്യുന്നത്? അതോ സ്ത്രീകളുടെ നേർക്കാവുമ്പോൾ എന്തും ആവാമെന്നാണോ?